ക്യാമ്പസുകളിൽ പോകുമ്പോൾ കുട്ടികൾ എന്നോട് പറയാറുണ്ട്, സ്വകാര്യത്തിലെങ്കിലും ചില കാര്യങ്ങൾ. ആ കാര്യം നിങ്ങളോട് പറയാം. കാരണം ഒരു പക്ഷേ മതപരമായ വിശദീകരണം ഒന്നുകൂടി ഇന്റലക്ച്വലായി അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കൂടും. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ട്യൂൺ ചെയ്തെടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ ആഴമേറിയ ചില പഠനങ്ങൾ ഉണ്ടാകും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ വീണ സമയത്ത്, അഥവാ അള്ളാഹുവിന്റെ തജല്ലി എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അവിടെ തജല്ലി എന്ന് ഉപയോഗിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സമയത്ത് പറയുന്ന സമയം, മിഅ്റാജിന്റെ സമയത്ത് പറയുന്ന തുമ്മദന ഫതദല്ല എന്നാണ്. എന്തുകൊണ്ട് അവിടെ തദല്ലി എന്ന് ഉപയോഗിച്ചു? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ തദല്ലി ആൻഡ് തജല്ലി? അതിനെപ്പറ്റി മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി ഇത് എഴുതിയിട്ടുണ്ട്. എന്താണ് തജല്ലിയും തദല്ലിയും തമ്മിലുള്ള വ്യത്യാസം? ഇങ്ങനെ ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിമനോഹരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റണം. അപ്പൊ മാത്സിന്റെ, മാത്തമാറ്റിക്കൽ എന്ന് പറയുന്ന സാധനത്തിന്റെ വണ്ടേഴ്സ്, അതിന്റെ മിറാക്കിൾസ് വിശുദ്ധ ഖുർആനിൽ നമ്മുടെ കുട്ടികൾ കാണും. ലോജിക്കിന്റെ മിറാക്കിൾസ് നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഒന്ന് AI എടുത്തിട്ട് അതിന്റെ പ്രൈമിലേക്ക് കയറിയിട്ട്, AI സാധാരണ ഉള്ളതല്ല, പ്രൈം എന്നൊരു സാധനമുണ്ട്, അതിലേക്ക് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. വാട്ട് ആർ ദ എന്നോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും, അഥവാ ന്യൂമറിക്കൽ മിറാക്കിൾസ് ആൻഡ് മാത്തമാറ്റിക്കൽ മിറാക്കിൾസ് ഇൻ ഖുർആൻ എന്ന് അടിച്ചു നോക്കിയാൽ ഒരുപാട് റിസർച്ചുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു റിസർച്ചിലൂടെ നമ്മളെ കുട്ടികൾ പോകണം. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നതിന്റെ പഠനം കേവലം ഏതെങ്കിലും ഒന്നല്ല. ഖുർആനോട് നമുക്ക് 5 മര്യാദകളുണ്ട് എന്ന് ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അത് ഓതാൻ പഠിക്കലാണ്. അതിമനോഹരമായി ഓതാൻ പഠിക്കുക, അത് അതിന്റെ ബേസിക് ആണ്. രണ്ടാമത്തത് ഏതാണെന്നറിയോ? അത് കഴിഞ്ഞാൽ പിന്നെ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര, മുഴുവനായാൽ അത്രയും നല്ലത്. അത് ഹിഫ്ള് ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ കടമ ഏതാണെന്നറിയോ? അതിന്റെ അർത്ഥം പഠിക്കുക എന്നതാണ്. കേവലം പെരിഫറൽ ആയിട്ടുള്ള അർത്ഥമല്ല, അതിന്റെ ആഴമേറിയ പഠനങ്ങളിലേക്ക് പോവുക എന്നതാണ്. നാലാമത്തത് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഒരുപാട് ക്ലാസ് എടുക്കാൻ വലിയ പ്രാപ്തനായിട്ട് കാര്യമില്ലല്ലോ, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറുക എന്നതാണ്. അഞ്ചാമത്തത് അത് പ്രബോധനം ചെയ്യുന്ന ആളായി മാറുക എന്നതാണ്. അപ്പൊ പ്രബോധകനാവുക എന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. ആ അൾട്ടിമേറ്റിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. ഭാവിയിൽ അവർ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന, അപ്പൊ അതിന്റെ താഴെ അതനുസരിച്ച് ജീവിക്കുന്ന, അത് നന്നായിട്ട് അർത്ഥം പഠിച്ച, അതിനെ ഹിഫ്ള് ചെയ്ത, അതിനെ ഓതാൻ പഠിച്ച ഒരു കുട്ടിയാക്കി നമ്മുടെ കുട്ടികളെ മാറ്റുക എന്നത് നമ്മുടെ മൂല്യമാണ്, നമ്മുടെ ആദർശമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ കുട്ടികൾ രസങ്ങൾ തേടി പുറപ്പെടും. ആ രസങ്ങൾ തേടി പുറപ്പെടുന്ന സമയത്ത് അവർ കാണുന്നത് എന്തായിരിക്കും? ഇമാതിരി കുട്ടികളുടെ ചില പേക്കൂത്തുകളായിരിക്കും. ഉദാഹരണത്തിന് 2 കുട്ടികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 ഗ്യാങ്ങുകൾ തമ്മിൽ എന്തിനാ ഇവർ വഴക്കൂടുന്നറിയോ? അത് ഞാൻ വിശദീകരിച്ച് പറയാത്തതൊക്കെ പത്രങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നത് കൊണ്ടാണ്, അല്ലാതെ എനിക്കും ആകാശത്തുനിന്ന് വരുന്നൊന്നുമല്ലല്ലോ. അവരിത് കാരണം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിന്റെ സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ സ്റ്റാർ ബോയ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർ ബോയ്സ് എന്നാണെങ്കിൽ, എന്തിനാ നീ സ്റ്റാർ ബോയ്സ് എന്നിട്ടതെന്നും പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ തല്ലാൻ കഴിയാത്തത് കൊണ്ട്, കുറച്ചെങ്കിലും ആണത്തമുള്ള അധ്യാപകർ അവിടെ ഉണ്ടായത് കൊണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് വഴക്കുകൂടുകയാണ്. എന്നിട്ട് എമ്മാതി തല്ലെന്നറിയോ? അവർ കണ്ട സിനിമകളിലെ മുഴുവൻ സാധനങ്ങളും വന്ന് പുറത്തെടുക്കും, വയലൻസിനെ പുറത്തെടുക്കും. വയലൻസ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഒരു വല്ലാത്ത പ്രതാപമായി മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ നൈജീരിയയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ടായിരുന്നു, പെർഫെക്ഷൻ ഈസ് ബോറിംഗ്. ബനിയന്മ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും, പെർഫെക്ഷൻ ഈസ് ബോറിംഗ്. പെർഫെക്റ്റ് ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വെറും ബോറാണ്. ഇതേപോലെ തന്നെ വയലൻസ് എന്ന് പറയുന്നതാണ് ഇപ്പോ ഞങ്ങളുടെ സൈലൻസ് എന്നുള്ള അവസ്ഥയിലേക്ക്. വയലൻസ് ഈസ് ദ സൈലൻസ്. ഞങ്ങൾ സൈലന്റായി നടക്കുന്നെങ്കിൽ ഞങ്ങൾ വയലന്റ് ആണ് എന്നുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ പോവാണ്. അപ്പൊ അടി പിടി, അതിനു വേണ്ടിയിട്ട് തല്ലുമാല എന്നുള്ള പേര്, അതിനു വേണ്ടിയിട്ടുള്ള സിനിമകൾ, എല്ലാറ്റിനും കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏകദേശം ഒരു 100 പ്രസംഗം പ്രസംഗിക്കുന്നതിനേക്കാളും എഫക്റ്റ് ആയിരിക്കും തല്ലുമാല. സിനിമന്റെ പേരെല്ലാം പറഞ്ഞിട്ട് തല്ലുമാല കണ്ടിട്ട് ഒരു സിനിമ കണ്ടവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ മോശപ്പെട്ട പാട്ടുകൾ ഉണ്ടാകും. ആ പാട്ടുകളുടെ വരികൾ തന്നെ മാതാപിതാക്കൾ അനുസരിക്കരുത് എന്ന കൃത്യമായ വരികളായിരിക്കും. ഇതൊക്കെ എന്തിന്റെ പേരിൽ നടക്കുന്നു? അതിൻ്റെ ഒന്ന് പിന്നിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്തിനാണ് ഇതൊക്കെ നടക്കുന്നത്? എവിടെയൊക്കെയാണോ ഇസ്ലാമിക മൂല്യങ്ങളുള്ളത് അവിടെയൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ വല്ലാത്ത കടന്നേറ്റമുണ്ട്. ഇതൊക്കെ മതക്കാര് മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മരിച്ചൊടുങ്ങിയാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് പൈസ മതി എന്നതാണ്. ഗ്യാംബ്ലിംഗ് സെന്റർ പോയി കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഗ്യാംബ്ലിംഗ് സെന്ററുകൾ ജസ്റ്റ് കാണാനെങ്കിലും പോകാമല്ലോ. മോശത്തിലൊന്നുമല്ല അവിടെ ഉണ്ടാകുക. പൈസ ഇട്ട ആൾക്കാർ വരും, അങ്ങോട്ട് ബെൻസ് കാറും കൊണ്ട് പോയാൽ സ്വന്തം ഷൂ പോലും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങും നമുക്ക് കാണാൻ പറ്റും. ഞാൻ MT മുഹമ്മദ് ബഷീർ സാബും കൂടി ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് കുട്ടികൾ KMCC-ക്കാർ ഞങ്ങളെ മലേഷ്യയിലെ ഈ ഗ്യാംബ്ലിംഗ് സെന്റർ അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു.
E.T. ബഷീർ സാഹിബ് എന്നോട് പറഞ്ഞു, എന്തൊക്കെയായി നടക്കുന്നതെന്ന്. കോടികളായിട്ട് വരിക, പാപ്പറായിട്ട് പോവുക. അതിന്റെ ഉടമസ്ഥരുണ്ടല്ലോ, ഇവൻ ഇന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പോലും ഇവനും കുടുംബവും ഇന്ന് ഇല്ലാതെയാകും ഈ ഭൂമികയിൽ നിന്ന് എന്നവർക്ക് കൃത്യമായ ബോധമുണ്ടായാൽ പോലും ഒരു നയാ പൈസ പോലും അവർ തിരിച്ചു കൊടുക്കില്ല. കാരണം അത് ഗാംബ്ലിംഗ് ആണ്. അങ്ങനെ മരിച്ചൊടുങ്ങിയ അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഗാംബ്ലിംഗ് സെന്ററിൽ പോയിട്ട്. ആ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റായി അവിടെ നടക്കുമ്പോൾ ഇതേ ഗാംബ്ലിംഗ് സെന്റേഴ്സിന്റെ ഈ പറയുന്ന എന്തുണ്ട്, ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ രക്ഷിതാക്കൾ അറിയേണ്ടതാണ്. ഗാംബ്ലിംഗുകാരാണ് ഈ ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടാക്കുന്നത്. ഈ ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഓൺലൈനിലേക്ക് കയറിയിട്ട് ഒരു ഗാംബ്ലിംഗ് തന്നെയാണ് ഈ കുട്ടികൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് മലേഷ്യയിൽ പോയിട്ടും സിംഗപ്പൂരിൽ പോയിട്ടും യൂറോപ്പിൽ പോയിട്ടും കളിക്കണമെന്ന്. നമ്മളെ വീട്ടിലിരുന്നിട്ട് കോഡ് നെക്കി കൊടുത്തിട്ട് ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് മെർജ് ചെയ്യലും അല്ലെങ്കിൽ അതിലേക്ക് അയക്കലും, ഇതൊക്കെ RTGS അതേപോലെ അല്ലെങ്കിൽ സെൻഡ് ചെയ്യലും, ഇതൊക്കെ അവർക്ക് സുന്ദരമായിട്ട് അറിയാം, നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം. എന്നിട്ടത് കുറേ പോയി കഴിയുമ്പോഴാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത്. വാപ്പ ഒരു കൂട്ടി ഒരു പക്ഷേ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലിക്വിഡായിട്ടുള്ള പൈസയാകാം, അല്ലെങ്കിൽ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ ഉമ്മ ഏതെങ്കിലും പറമ്പെടുക്കാൻ വേണ്ടി വെച്ചതാകാം. നിങ്ങളതിലേക്ക് എത്തി നോക്കുന്നേയില്ല, മെസ്സേജ് വരുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നത് അവർ ഓഫാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നും മെസ്സേജ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടായി, 5000 രൂപ പോയാലോ 100 രൂപ പോയാലൊക്കെ ആ മെസ്സേജ് പോലും ബ്ലോക്കാക്കി വെക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ധാരണ ഇനി പൈസ പോകുന്നില്ല എന്നാണ്. ഇടയ്ക്കൊക്കെ എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തർക്കുമാണ്. അപ്പം നമ്മുടെ കുട്ടികൾ അതിനെ സുന്ദരമായിട്ട് അവരുടേതായ മനസ്സിലുള്ള സ്പാമിലൂടെ, അവരുടെ സ്കാമിലൂടെ അത് എന്താക്കുന്നു, പുറത്തേക്കെടുക്കുന്നു. എന്നിട്ട് ഗാംബ്ലിംഗ് സെന്റേഴ്സിലേക്ക് അവരെത്തുന്നു. ഞാൻ പറയുന്നത് ആ സെന്ററിലേക്ക് ഫിസിക്കലായി എത്തുന്നില്ല, പക്ഷേ മെന്റലി അവരവിടെയാണ്. അങ്ങനെ സമ്പത്ത് നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഗെയിം പർച്ചേസ് ചെയ്തിട്ട് ഇതിലേക്ക് പോയ ആളുകളുണ്ട്. ആ ഗെയിം എവിടുന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ഈ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഗെയിം കളിപ്പിച്ച് അവർ ആ ലോകത്തിലേക്ക് കടന്നു പോവാണ്. എന്താ ഡിസ്ട്രക്ഷൻ? മൊത്തത്തിൽ തകർത്ത് പോവുക. ഒരു കാറ് പൊക്കുക, എന്നിട്ട് അയാളെ കൊല്ലുക, എന്നിട്ട് അടുത്തടുത്തേക്ക് പോവുക. പോയി ഇപ്പോൾ ഹെലികോപ്റ്റർ പൊക്കലൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾ. ഹെലികോപ്റ്റർ പൊക്കുക, ആകാശത്തിലൂടെ പറക്കുക, എന്നിട്ട് അടുത്ത ഹെലികോപ്റ്റർ പൊക്കുക, ഇതിൽ നിന്ന് അതിലേക്ക് ചാടുക. ഇത് ഏകദേശം ഒരു 30-40 അല്ലെങ്കിൽ 100 പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ അവൻ അഡിക്ഷൻ വരും. ആദ്യം അവന് പെർസെപ്ഷൻ ആണ് ഉണ്ടാവുക, പിന്നെ ഒപ്പീനിയൻ ഉണ്ടാകും, പിന്നെ ബിലീഫ് സിസ്റ്റം ആകും, പിന്നെ ആറ്റിറ്റ്യൂഡ് ആകും. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്താൽ അവൻ്റെ മനസ്സ് തന്നെ ആളുകളെ തകർക്കുന്ന മനസ്സിലേക്ക് അതങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടാകും. അത് നമ്മൾ അറിയില്ല. പിന്നെ ഒരു നെറ്റൊന്ന് ഓഫാകുമ്പോഴേക്ക് ഉമ്മ ഫോൺ തരീനെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ച കുട്ടികൾക്ക് ഈ ഒരു വയലൻസ് തൻ്റെ തലയിലുണ്ടായത് കൊണ്ട് ആളുകൾ ഒരുപാട് കൊന്നൊടുക്കിയ അവന് മാനസികമായ ഒരു പക്വതയുണ്ടായത് കൊണ്ട് ഒരുപാട് ആളുകളെ തട്ടിയിട്ട് ഇവൻ ഗെയിമിലൂടെ. ഇപ്പൊ കുട്ടികൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ ബുഗാട്ടി വാങ്ങിയിട്ടുണ്ട്, ഞാൻ പിന്നെ ഇത് എത്ര റോൾസ് റോയ്സ് ഒക്കെ 5000 വാങ്ങിയ കുട്ടികളുണ്ട് ഈ ഗെയിമിൽ. ഒറിജിനൽ റോൾസ് റോയ്സ് അല്ല, എൻ്റെ അടുത്ത് 5000 ഉണ്ട് എന്നൊക്കെ കുട്ടികളാണ് പറയണം. അപ്പൊ കുട്ടികളുടെ വിചാരം ഞാൻ 5000 റോൾസ് റോയ്സിന് 5000 റോൾസ് റോയ്സ് ഇന്ന് വരെ ബ്രൂണൈ സുൽത്താൻ പോലും വാങ്ങിയിട്ടില്ല. അതൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഏറ്റവും സ്ട്രോങ്ങിൽ നിൽക്കുകയാണ്, ഞാൻ ഇത്രയും റോൾസ് റോയ്സിന്റെ അധിപനാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവവും ഈ അഡിക്ഷനും കൂടി കടക്കുമ്പോൾ ഉമ്മ നിങ്ങൾ മൊബൈൽ തരീനെന്ന് പറയുന്ന സമയത്ത് ആ മൊബൈൽ കൊടുക്കൽ, ഞാനിപ്പോൾ തരൂല, നീ എപ്പോഴും മൊബൈൽ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായി പറഞ്ഞ ഒരു ഉമ്മ ജസ്റ്റ് ഒന്ന് പോയി വിശ്രമിക്കുമ്പോഴേക്ക് അടുക്കളയിൽ പോയി കഠാര കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടുവന്നിട്ട് മാതാവിന്റെ കഴുത്തിലേക്ക് ആഞ്ഞുകുത്താൻ ഇവന്റെ മനസ്സിനെ പാകപ്പെടുത്തിയത്. നിങ്ങൾ വിചാരിക്കരുത് അതിനുവേണ്ടി പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന്. അത് ഈ കാണുന്ന ഓൺലൈനിലൂടെ അവൻ്റെ ഗെയിമുകളാണ്, അവൻ്റെ അഡിക്ഷനുകളാണ്, അവൻ്റെ ലോകം അവൻ തീർത്തതാണ്. ആ ഒരു മെന്റാലിറ്റി ഇവനുണ്ടായത് കൊണ്ടാണ് സ്വന്തം മാതാവിനെ കുത്താൻ അവന് മനസ്സ് അനുവദിക്കുന്നത്. അതൊരു പ്രശ്നമല്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? കൃത്യമായി നമുക്കൊരു ധാരണയുണ്ടാകണം നമ്മുടെ കുട്ടികളെ എങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്ന്. നമ്മൾ വിചാരിക്കുന്ന പുറത്തു പോയാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടൂ എന്ന്, കിട്ടുന്ന വഴികൾ പറയുന്നത് ശരിയല്ല. ഞാൻ നാളെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ MDMA എന്താണ്, LSD എന്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു. അതിൻ്റെ ഹരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സൗമ്യ ഇതോട് കൂടിയിട്ട് സാർ ഇങ്ങനെ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തവരും കൂടി തേടിപ്പോവും. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് MDMA, എന്താണ് LSD, അത് ഏത് ഫോമിലൊക്കെ ഉണ്ട്, അത് ഏതൊക്കെ നാക്കിലൂടെ എങ്ങനെ കിട്ടണം, അത് പഞ്ചസാരൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മാതിരിയാണെന്നൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ എളുപ്പമാണ്. ഏതൊരു സാധനം കേട്ടാലും അത് 2 രീതിയിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കേൾക്കുന്നവർ, ഒന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കേൾക്കുന്നവർ. മാറി നിൽക്കാൻ വേണ്ടി കേൾക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ഇതിന് ഓരോ തട്ടുകളുണ്ട്. ആ തട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ,
ആദ്യത്തെ തട്ട് കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതല്ല, ഒന്നുകിൽ അവന്റെ സുഹൃത്തിൽ നിന്ന്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഇമോഷണലി ബാക്കപ്പ് കൊടുക്കാത്ത പാരന്റിൽ നിന്ന് ഇമോഷണലി അവൻ പോകുന്നത് ഗ്യാങ്ങിലേക്കായിരിക്കും. ഒന്നും കൂടി പറഞ്ഞാൽ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മനോഹരമായി പൈസ കൊടുക്കുന്നു, അതേപോലെ തന്നെ വണ്ടിക്ക് പൈസ കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, വന്നാൽ പഠിക്കണം എന്ന് പറയുന്നു, വന്നാൽ ട്യൂഷൻ കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇന്റലക്ച്വലിയും ഫിസിക്കലിയും ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഇമോഷണലി ഒന്നും കിട്ടുന്നില്ല. ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവന് എന്തൊക്കെയുണ്ട്? IQ ഉണ്ട്, EQ ഉണ്ട്, CQ ഉണ്ട്, SQ ഉണ്ട്. SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷനാണ്. സ്പിരിച്വൽ കോഷൻ PhD എടുത്ത നമ്മുടെ B.Ed സെന്ററിലെ ഫൈസൽ സാർ, ഇങ്ങോട്ട് നിങ്ങൾ വളാഞ്ചേരി B.Edൽ പോയാൽ കാണുമ്പോൾ അദ്ദേഹം SQ-ലാണ് PhD എടുത്തത്. SQ സ്പിരിച്വൽ കോഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ആംഗിളാണ് അദ്ദേഹം ചെയ്തത്. ഇതേപോലെ ഒരു മനുഷ്യന് ഇന്റലക്ച്വലി ഫിറ്റ്, അത് നിങ്ങൾ ഫിറ്റാണ്. നിങ്ങൾ സമ്പത്ത് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നു, കളിക്കാൻ എല്ലാം കൊടുക്കുന്നു, പക്ഷേ അവന് ഇമോഷൻ കിട്ടുന്നത്, അവന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നത്, അവന്റെ വൈകാരികത എന്ന് പറയുന്ന വികാരം അവന് സംതൃപ്തമാകുന്നത് കൂട്ടുകാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെക്കാൾ കൂട്ടുകാരിലേക്ക് അവൻ ചേക്കേറുന്നത്. കാരണം മാതാവ് ഒരിക്കലും അവനൊരു ചുംബനം കൊടുക്കുന്നില്ല, അവനൊന്ന് ഹഗ് ചെയ്യുന്നില്ല, മാർക്ക് കുറഞ്ഞു പോയാലും സാരമില്ലടാ എന്ന് പറയുന്നില്ല, സാരമില്ലടാ എന്ന്. ഇപ്പൊ എൻ്റെ മക്കൾ, 3 മക്കളും എൻ്റെ ഭാര്യയും ഈ സദസ്സിൽ ഇത് കേൾക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കളിയാക്കിയാൽ അങ്ങനെയുള്ളവരാ പിന്നെ ഉഷാറാവുക എന്ന് നമ്മൾ പറയണം. കാരണം ആ കുട്ടികൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റണം, ആശ്വാസം കൊടുക്കണം. ഞാനൊരു പേഴ്സണൽ കാര്യം പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്, എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു സിനിമക്ക് കൊണ്ടുപോയി. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് ഞാൻ ആ സമയത്ത് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3:30 മണിക്ക് എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കണം ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഖുർആൻ ഒരു 7 ദിവസം കൊണ്ടൊക്കെ തീർക്കും ഒരാൾ. അങ്ങനെയുള്ളൊരു പാവം മാതാവ് സിനിമ കണ്ടു എന്ന് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള അടി തന്നു. അതിലെൻ്റെ ഉപ്പാപ്പ വന്നിട്ട് കൈപിടിച്ചു. ഉപ്പാപ്പ കൈപിടിച്ചപ്പോൾ എൻ്റെ ഉപ്പാപ്പ നല്ലൊരു മനുഷ്യൻ, എൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, ആരോടും ചൂടാകാത്ത നല്ലൊരു പ്രകൃതക്കാരൻ. അടുത്തുള്ള ആൾക്കാരൊക്കെ ഹൈന്ദവർ വരെ എന്തെങ്കിലുമൊക്കെ കോഴീനെ അറക്കണമെങ്കിലോ എന്തിനെങ്കിലും അറക്കണമെങ്കിലൊക്കെ പാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അറക്കുക, പാപ്പ അറത്താൽ അവർക്ക് ശരിയാവുള്ളൂ. അറവുകാരനൊന്നും അല്ല കേട്ടോ, ഒരു പാവം മനുഷ്യനായിരുന്നു. അങ്ങനെ നല്ല നിസ്കാരമൊക്കെ കൃത്യമായിട്ട്, അന്നത്തെ കാലത്ത് നിസ്കാരം കൃത്യമായിട്ട് നടത്തുന്ന ആൾക്കാർക്ക് വളരെ കുറവായിരിക്കും. ഏതായിരുന്നാലും ശരി, അങ്ങനെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അതേ പറഞ്ഞ കർഷകരായതുകൊണ്ട് ആ ചേറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നിസ്കാരം ഇവർക്ക് ഉണ്ടാവുള്ളൂ. അല്ലെ ചെയർ ഒഴിവാക്കിയിട്ട് ളുഹ്ർ നിസ്കരിക്കുന്ന കാലമൊക്കെ അന്നത്തെ കാലത്ത് കുറച്ച് കുറവാണ്. ഏതായിരുന്നാലും ശരി, അന്ന് മുതൽ അങ്ങനെ നടന്നിട്ട് നല്ല മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് കൈ വന്നിട്ട് പിടിച്ചിട്ട് പറഞ്ഞു മാറി നിൽക്ക്, കുട്ടീനെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഉമ്മ വെറുതെ അങ്ങനെ പറയുമല്ലോ, ഒരു ചൂടാകുമ്പോൾ അങ്ങനെ പറയില്ല, നിങ്ങളാണ് കുട്ടീനെ അങ്ങനെ വഷളാക്കണമെന്ന് പറഞ്ഞു, അറിയാണ്ട് പറഞ്ഞു ഏതാണ്. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ അങ്ങനെ നന്നായി എന്ന് പറയല്ലോ കേട്ടോ. പക്ഷെ എൻ്റെ ഉപ്പാപ്പ അന്ന് പറഞ്ഞ രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട്, നീ നോക്കിക്കോ, എൻ്റെ പേരമക്കളിൽ അവനായിരിക്കും ഏറ്റവും നന്നാവുക. ഉപ്പാപ്പാന്റെ പേരക്കുട്ടികൾ ഞാൻ നന്നായിട്ടൊന്നുമില്ല, ഇതിൽ നല്ല ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ രംഗം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അഥവാ നെഗറ്റീവായിട്ട് മൊത്തം നിൽക്കുമ്പോൾ, സ്വന്തം മാതാവ് പോലും ഒരു സിനിമ കണ്ടതിന്റെ പേരിൽ അങ്ങേയറ്റം തല്ലി തകർക്കുമ്പോൾ ആശ്വാസവാക്കായി വന്നിട്ടുള്ള, ഒരു സൈക്കോളജിയും പഠിച്ചിട്ടില്ലാത്ത, സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത കുഞ്ഞാലിക്കുട്ടി എന്ന പേരിലുള്ള മാനുക്കാക്ക എന്ന് പറയുന്ന പാവം മനുഷ്യൻ പച്ചയായി കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞത് എനിക്കിന്നും ഓർമ്മയുണ്ട്. ആ ഒരു രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഖബർ സന്ദർശിക്കുമ്പോൾ ദുആ ചെയ്യേണ്ടി വരുമ്പോൾ ഉപ്പാപ്പാന്റെ ഭാഗത്ത് നമ്മൾ ദുആ ചെയ്യാറുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആശ്വാസ വാക്കുകൾ പറയാൻ നമുക്ക് ഓരോ ആളുകൾ ഉണ്ടാകണം. നമ്മൾ എത്ര തകർന്നു പോയാലും അവിടെ ഇടപെട്ടിട്ട് നമ്മുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുത്. അവിടെ നന്നാകും നീ എന്ന് പറയണം നമ്മളോട്. ആ ഒരവസ്ഥയിൽ നമുക്ക് നല്ലൊരു ഗുഡ് പാരന്റിങ് എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാകണം. ദീനിന്റെ മോശയിൽ നിന്നുകൊണ്ട്, അടിപൊളിയായി തൗഹീദിലും സുന്നത്തിലും നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനുള്ള പ്രാപ്തി, അതുകൊണ്ട് നടക്കുന്ന സംഘടനാ ബോധത്തോടാണ് പറയുന്നത്. ഇനിയും നമ്മൾ ആഴമേറിയ രീതിയിലേക്ക് പോകണം. ഇന്ന് അറിയാതെ നമ്മൾ മതഫാഖുറും ബൈനക്കും എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കാൻ. പരസ്പര മത്സരമാണ്. ഇവിടെ നമ്മളൊരു വീട് വെക്കുമ്പോൾ അപ്പുറത്തെ വീട് ഒന്നും കൂടി വലുതായാൽ ഇവിടെ പൊളിച്ച് പിന്നെയും വലുതാക്കുകയാണ്. അവിടെ ഇപ്പോഴും പിന്നെ ബിരിയാണിയും അതേ കല്യാണത്തിന് 5 വിഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 6 വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഈ ഫഖ്ർ നടിക്കൽ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചെറുതായില്ലേ എന്ന് നമ്മൾ നമ്മുടെ ഉള്ളത്തോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ മകൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അനിയത്തിയുടെ മകൻ ഡോക്ടർ ആയതുകൊണ്ട് നീ ഡോക്ടറാകാതെ നിവൃത്തിയില്ല എന്ന് ഏട്ടത്തിയുടെ മകനോട് പറയുന്ന ഫഖ്റിലാണ് ഇന്നും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിയും ഏത് രീതിയിലൂടെ പോയാൽ എവിടെ എത്തുമെന്ന കൃത്യമായ ബോധത്തിലൂടെ വളർത്തി വലുതാക്കേണ്ടതിന് പകരം ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ,
ഞാൻ അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് തോന്നരുത്. ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, കലക്ടർ അല്ല, സയന്റിസ്റ്റ് അല്ല. ഈ ലോകത്തിൽ അവരൊക്കെ ആയാലും, ഡോക്ടർ ആയാലും, എഞ്ചിനീയർ ആയാലും, കലക്ടർ ആയാലും, സയന്റിസ്റ്റ് ആയാലും, ഇനി എന്തൊക്കെ ആയാലും, ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് കരിയർ, അതിനെ കരിയർ എന്ന് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ, ഏറ്റവും ടോപ്പ് പൊസിഷൻ, പ്രൊഫഷൻ അല്ല, ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? സോഷ്യൽ റിഫോമർ ആവുക എന്നതാണ്. സോഷ്യൽ റിഫോമർ, സോഷ്യൽ ലീഡർ അല്ല, സോഷ്യൽ റിഫോമർ. സമൂഹത്തെ മാറ്റിമറിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനായി മാറുക എന്നതാണ്. അവൻ സ്വയം ഡോക്ടറായി, അവൻ സ്വയം എഞ്ചിനീയറായി, അവൻ സ്വയം കലക്ടറായി, എവിടെയെങ്കിലും കലക്ടറേറ്റിൽ ഇരുന്നിട്ട് ജീവിതകാലം മുഴുവൻ കലക്ടറായി ഭരിക്കണം, അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ അതേ മനുഷ്യൻ തന്നെ ആധുനിക ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു മനുഷ്യനായി, സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഖുർആന്റെ ബേസിൽ നിന്നുകൊണ്ട്, ഹദീസിന്റെ ബേസിൽ നിന്നുകൊണ്ട്, മനുഷ്യത്വത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട്, മാനവികത മുഴുവൻ നെഞ്ചിലെട്ടിക്കൊണ്ട് നമ്മുടെ ഓരോ കുട്ടികളെയും വ്യക്തമായി ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ലാബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. ആ ഒരു ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുനിയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടില് അങ്ങനെയാകുമ്പോൾ തൗഹീദിന്റെ ലോകത്തിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകണം. ഈ കാണുന്ന എല്ലാ ലോകവും തീർക്കുന്നത്, നേരത്തെ പറഞ്ഞ ഒരു ഗ്യാങ്ങായി മാറുന്നത് എന്തുകൊണ്ടെന്നാൽ അതിന്റെ നെഗറ്റീവ് അല്ല പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് മദ്യപിച്ചു എന്ന് വെക്കുക, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായി ഇതൊന്ന് ഉപയോഗിച്ചു എന്ന് വെക്കുക, അവനെ ഒറ്റപ്പെടുത്തി അവനെ ഒരു മഹലിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് അല്ലെങ്കിൽ അവനെ ബാൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? അവനെ രഹസ്യമായി കണ്ടെത്തണം, എന്നിട്ട് നല്ലൊരു കൗൺസിലറുടെ അരികിൽ എത്തിക്കണം. നന്നായി കൗൺസിലിംഗ് കൊടുത്താൽ മാറുമെങ്കിൽ, അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ, അവന്റെ മനസ്സറിഞ്ഞ്, അവന്റെ പേഴ്സണാലിറ്റി അറിഞ്ഞ്, അവന്റെ ഇമോഷൻ അറിഞ്ഞ് അതിമനോഹരമായി അവനെ തിരുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു കൗൺസിലറുടെ അരികിൽ നിങ്ങൾ എത്തിക്കണം. അങ്ങനെ കൗൺസിലർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കൗൺസിലിംഗ് മാത്രം കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ തെറാപ്പി കൂടി ചെയ്യണം. ഇന്നലെ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടു, ഈ പറയുന്ന കുട്ടികൾ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ തെറാപ്പികൾ ചെയ്തുകൊണ്ട് അതിമനോഹരമായത് മാറ്റിമറിക്കുന്ന പ്രവണതകളെ, അങ്ങനെ ആ തെറാപ്പികൾ ചെയ്തുകൊണ്ട്, ഇതിൽ ആരെങ്കിലുമൊക്കെ മുമ്പും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ തെറാപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാകാം. ഞാൻ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പം തെറാപ്പികൾ ചെയ്തുകൊണ്ട് മാറ്റണം. ഇനി അതുകൊണ്ട് നിൽക്കുന്നില്ല എങ്കിൽ ആ കുട്ടികളെ മെഡിക്കേഷൻ കൊടുക്കണം, അഥവാ മരുന്ന് കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മെഡിക്കേഷനിലൂടെ മാറുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. ഡി അഡിക്ഷൻ സെന്റർ 4ാമത്തെ ഘട്ടമാണ്. അല്ലാതെ ഒരു കുട്ടി ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോഴേക്ക് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എടുത്തെറിയലല്ല. കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ എക്സ്ട്രീം ലെവലിലുള്ള കുട്ടികളെ നമ്മൾ കാണും, തല ഇങ്ങനെ ആക്കിയിട്ട് മുടിയെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ നടത്തിട്ട് ചുമരിൽ മുട്ടിയിട്ട് അട്ടഹസിക്കുന്ന കുട്ടികൾക്കിടയിൽ സാധാരണ നോർമലായ ഒരു കുട്ടിയെ കൊണ്ടുപോയി കിടത്തരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ 2-3 മെത്തേഡുകൾ നമ്മൾ പാലിച്ച്, പറ്റുന്നില്ല എങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ ഡി അഡിക്ഷൻ സെന്റർ ഒന്ന് കാണിച്ചു കൊടുക്കെങ്കിലും വേണമെന്ന്. നമ്മൾ ഈ ഊട്ടിയും മൈസൂരും മാത്രം പോയാൽ പോരാ, ഡി അഡിക്ഷൻ സെന്ററിൽ എന്ത് നടക്കുന്നു എന്ന് ഒറ്റത്തവണ സുബോധത്താൽ അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു കുട്ടിയും പിന്നെ ഇത് ഉപയോഗിക്കാൻ നിൽക്കില്ല. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസോ കൈ കിട്ടിയാൽ അതുകൊണ്ട് ഇങ്ങനെ കൈ മാന്തിയിട്ട് നരമ്പ് പൊട്ടിച്ചിട്ട് രക്തം കുടിക്കുന്ന കുട്ടികളെ ഡി അഡിക്ഷൻ സെന്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സുബോധത്താൽ മരുന്നടിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ, പടച്ചോനെ ഇങ്ങനെയൊന്നും ആകാതിരുന്നാൽ മതി എന്ന ഉറപ്പ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് കാണാൻ പോകുന്നത് നല്ലതാണ്. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമ്പോൾ അതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വീണ്ടും ഈ സ്ഥലത്തേക്ക് അവനെ എത്തിക്കരുത്, അവനെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം, അഥവാ മറ്റൊരു ലോകത്തിലേക്ക് അവനെ എത്തിക്കണം. പഴയ ഗ്യാങ്ങിലേക്ക് അവനെ എത്തിക്കരുത്. ഈ ഗ്യാങ് പിന്നെയും അവനെ തേടി പോകുമെങ്കിലും. അങ്ങനെ എത്രയോ കുട്ടികൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് കയറി നന്നായിട്ടുള്ള ഒരുപാട് മക്കളെ നമുക്കറിയാം. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംഘടന, ഈ സംഘബോധം എന്നും ഇതിനു വേണ്ടിയിട്ട് തുനിയുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞോളാം, ഞാൻ പ്രത്യേക ഒരു സംഘടനയാളല്ല. ഒക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഗുരുനാഥന്മാരുണ്ടാകും, അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ടാകും എന്നതല്ലാതെ ഞാൻ അതിൽ നിന്നൊന്ന് വിഭിന്നമായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ സംഘടനയും നമ്മൾ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. സംഘടനാപരമായ പക്ഷപാതിത്വം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിൽ ഇടപെടാൻ എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും ചെലവഴിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ നന്മയുടെ പാതയിലൂടെ മുന്നേറുക. ഈ സംഘബോധം, ഈ സംഘടന ഏറ്റവും ഉദാത്തമായ രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ്.
അതിന് ഖുർആന്റെ ഒരു വെളിച്ചമുണ്ട്, ഒരു നൂറുണ്ട്. ആ പ്രകാശത്തിലൂടെ നമ്മൾ പോകണം. ഏകനായ അള്ളാഹുവിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർത്ത് വെക്കുന്ന ഒരു വല്ലാത്തൊരു ലോകം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികളെ ഓരോ പ്രായത്തിലും എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കൊണ്ടുപോകേണ്ടത് എന്ന്, കളിക്കേണ്ട സമയത്ത് കളിക്കാനും, ഭംഗിയുടെ സമയത്ത് ഏറ്റവും വലിയ ഭംഗി ഏതാണെന്നും, വിനോദത്തിൽ ഏറ്റവും നല്ല വിനോദം ഏതാണെന്നും, ആ വിനോദം ഇത് ഈ സ്റ്റേജിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. പക്ഷേ ഭംഗി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ മാറ്റി മാറ്റി ഉടുക്കുന്നതിലല്ല മോനെ. ഒരിക്കലും വസ്ത്രങ്ങൾ മാറ്റി മാറ്റി ഉടുക്കുന്നതിന് പകരം നീ പെരുന്നാളിന്റെ ദിവസം യതീമായ ഒരു കുട്ടിക്ക് നിന്റെ പുതിയ വസ്ത്രം കൊണ്ടു ചെന്നെത്തിക്കുമ്പോ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ഒരു കണ്ണുനീരുണ്ട്. അതാണ് നിന്റെ സീനത്തെന്ന്, അതാണ് നിന്റെ ഭംഗിയെന്ന് നീ ഒരിക്കലും വിട്ടുപോകരുതേ മോനെ എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ മകനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, എന്നാലും പറഞ്ഞോട്ടെ, ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞോട്ടെ. ഈ വയനാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വീടുകൾ ഒലിച്ചു പോകുന്നത് കണ്ടവനെന്ന് ചെറിയ കുട്ടിയാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ആ വീട് എന്താ ഉപ്പ അങ്ങനെയെന്ന്. അവ പറഞ്ഞു, മോനെ അത് ഒഴുക്കിൽപ്പെട്ട് പോയതാണ്. അപ്പൊ അതിലുള്ള ആൾക്കാരോന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് അതിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, നാളെ വീട് അപ്പം ഇനി അവരെവിടെ താമസിക്കുക, അവൻ്റെ ചോദ്യങ്ങളാണ്. അപ്പം പറഞ്ഞു അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, പിന്നെന്തെങ്കിലുമൊക്കെ ആവും എന്ന് പറഞ്ഞ ആ വീട് ഇങ്ങനെ അസ്തമിച്ചപ്പോൾ അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ രണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. ആഹാദി മർസുക്ക് മുജിത്തബ എന്ന് പറയുന്ന എൻ്റെ മോൻ ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, രണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്ന, ഞാനൊരു ഇത് പറയല്ല, ഒരു എന്താ പറയുക, ഒരു പിന്നെ ഉയർത്തി പറയല്ല, ഞാൻ പറയാം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ A+. അവൻ ഇനി SSLCക്ക് A+ എടുത്തില്ലെങ്കിൽ പോലും ആ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന മക്കളാണ് നമ്മുടെ A+ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറും A+ എടുക്കുന്ന മക്കളല്ല A+കാരൻ. പകരം ഒരു മനുഷ്യൻ ആപ്പതിച്ചു എന്ന് കാണുമ്പോൾ അവിടുത്തെ കുട്ടികൾ എവിടെയായിരിക്കും പടച്ചോനെ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള നല്ല മനസ്സുള്ള കുട്ടികളായി നമ്മുടെ എല്ലാവരുടെ കുട്ടികളുണ്ടാകും. എൻ്റെ മോനൊരു ഉദാഹരിച്ചു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മനസ്സുള്ള കുട്ടികളായി നമ്മളെ കുട്ടികളെ വളർത്തണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ സഞ്ചരിക്കണം, ഓരോ സ്ഥലത്തും പോയിട്ട് വിഷമങ്ങൾ നമ്മൾ കാണണം, പാവപ്പെട്ടവരുടെ നോവുകൾ കാണണം. അതേപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ മെമ്പേഴ്സ് ആക്കി പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികളെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറ്റണം. ഇങ്ങനെ മനുഷ്യന്റെ കാരുണ്യവുമായി ബന്ധപ്പെടുത്തി അവനെ കൊണ്ടുപോവുകയും ഡി അഡിക്ഷൻ സെന്ററിലെ ആളുകളുടെ വിഭ്രാന്തി കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന മകനായി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, എൻ്റെ അനുജന്മാരെയോ എൻ്റെ മറ്റുള്ളവരെയോ അതിലേക്ക് കൊണ്ടുപോകില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ്. അതിന് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് അതിനെ ഇരുട്ടിനെ കുറിച്ച് പറയലല്ല. ഈ പറയുന്ന കൊലപാതകങ്ങൾ ഇനിയും ഒരു പക്ഷേ ആവർത്തിച്ചേക്കാം, ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഒരു പക്ഷേ കേരളം കലുഷിതമാകാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ സന്നിവേശമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം കേരളം എന്ന് പറഞ്ഞ അച്ചടക്കത്തോടു കൂടി നടക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെന്നും അവിടെയൊക്കെ അഴുകുഴമ്പനാക്കി മാറ്റാൻ ഇത് ഇരച്ചു കയറേണ്ടതുണ്ടെന്നും അതിന്റെ രാഷ്ട്രീയമുണ്ടാകാം, അതിൻ്റെതായ എക്കണോമിക്സ് ഉണ്ടാകും, അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകും. കോർപ്പറേറ്റ് ഭീമന്മാരുടെ എല്ലാ കയ്യിലും പെട്ടുപോകുന്ന ആളുകളായി നമ്മൾ മാറുകയാണ്. ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ചട്ടുകങ്ങൾ മാത്രമാണ്. ആ സമയത്താണ് ഇങ്ങനെ പ്രേരിതമായ മുഖത്തോടു കൂടി നിൽക്കുമ്പോൾ പ്രണയം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഒരു ഭാഗത്തുനിന്ന് വിളി കേൾക്കുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് എത്തീസ്റ്റുകൾ പറയും പ്രണയിക്കാതെ എന്ത് ലോകമെന്ന്. അങ്ങനെ അവൻ പ്രണയത്തെ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ആ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പിന്നെ എന്ത് സംഭവിക്കുക? അവൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈസ് അല്ലാ ഈസ് അലൈവ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ചോദിക്കും. പർദ്ദയിട്ട കുട്ടികളും അഫ്തയിട്ട കുട്ടികളും ഇന്ന് ഈസ് അല്ലാ ഈസ് അലൈവ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെയൊക്കെ സൗമ്യമായി കാണാനും അവരെ തിരുത്താനും പറ്റുന്ന യുക്തിഭദ്രമായ ഒരു രീതിശാസ്ത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അങ്ങനെ അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഈ പറയുന്ന ടോളറൻസ് എന്ന് പറയുന്ന ആദ്യം ഉപയോഗിച്ചതിൽ നിന്ന് സാലിയൻസിലേക്ക് കയറുന്നതിന് മുമ്പേ, സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവന്റെ മനം പോകും. അങ്ങനെ അവൻ ചുമരിനിടിക്കാൻ തുടങ്ങും, തലയിട്ടടിക്കാൻ തുടങ്ങും, പ്ലേറ്റ് കൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ആയുധം കൊണ്ട് തൻ്റെ ഉള്ളിൽ ബ്ലഡിൽ ഇതിൻ്റെ അംശമുണ്ടെന്ന് കരുതി അത് കീറാൻ തുടങ്ങും. ഇങ്ങനെ വന്നിട്ട് അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകും. വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അവൻ കടന്നു പോകും. അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തുന്നതിന് മുമ്പേ അവനെ തിരിച്ചറിയാനും കൗൺസിലിംഗ് നടത്താനും ഇതൊക്കെ നടത്താനും ഒക്കെ പറ്റണം. അത് നെഗറ്റീവായി പോകുന്ന കുട്ടികൾക്ക്. എന്നാൽ പോസിറ്റീവായി പോകുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ കൃത്യമായി ഖുർആനിലേക്ക് തിരിച്ചു പിടിക്കണം. UK നടന്നൊരു പഠനമുണ്ട്. ഈ ലോകത്തിൽ ഡ്രഗ്സിൽ നിന്നും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൽ നിന്നും ഇത്തരത്തിലുള്ള പിന്നെ ഈ മറ്റുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റി നിർത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിങ്ങിനേക്കാൾ, സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനേക്കാൾ അതേപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റുകളുടെ ഏറ്റവും പ്രബലമായ ഇന്നലകളെ കുറിച്ചുള്ള പഠനങ്ങളെക്കാൾ ഏറ്റവും പ്രബലമായത് എന്താണെന്നറിയോ?
ആളുകളെ ദീനിയാക്കുക എന്നതാണ്. മതപരമായ മൂല്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിയവർ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുനിൽക്കുന്നത് എന്ന് UK നടന്ന പഠനം പറയുന്നു. ആ പഠനം തെളിയിക്കുന്നത് എന്താ? ചെറുപ്പം മുതലേ ഖുർആൻ ഇത് മോശമാക്കിയിട്ടുണ്ടെന്നും അതിലേക്ക് അടുക്കരുതെന്നും വലാ തഖ്റബ്, നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകഛത്രാധിപതിയെ അള്ളാഹു ഉണ്ടെന്നും നാളെയുടെ ഒരു ലോകമുണ്ടെന്നും ആ ലോകം ഞാൻ കാണാനിരിക്കുകയാണെന്നും ഈ കാണുന്ന ടൈമിനും സ്പേസിനും അപ്പുറത്ത് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ അലയും കടന്ന് സബ്അ സമാവാത്തും കടന്ന് ഈ പ്രപഞ്ചത്തിന്റെ ആഴങ്ങൾക്കപ്പുറത്തേക്ക് ഏകഛത്രാധിപതിയും സർവാധിപതിയുമായ ഒരു അള്ളാഹു ഉണ്ടെന്ന്, ആ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവെന്ന്, അവനിലേക്ക് മാത്രമാണ് ഞാൻ തിരിയേണ്ടതെന്ന്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്, അവനല്ലാത്ത ഒരാളിലേക്കും കൈകൾ ഉയർത്തില്ല എന്ന്, ബാക്കി വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന്, അതിൽ കേവലം മനുഷ്യരായാലും ശരി, ഇന്നലകളിൽ കഴിഞ്ഞു പോയ മനുഷ്യർ, ഇന്നുള്ള മനുഷ്യർ, നാളെയുടെ മനുഷ്യർ, അത് കഴിഞ്ഞിട്ട് വരാനിരിക്കാനെന്ന മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, ആരൊക്കെയുണ്ടോ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ഒടുക്കി കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ പോലും ആ ജിബ്രീലിനെ പോലും മാറ്റി നിർത്തിയിട്ട് നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ജിബ്രീൽ, എനിക്ക് എൻ്റെ അള്ളാഹു മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഇബ്രാഹിമി തൗഹീദിലേക്ക് നമ്മളെ കുട്ടികളെ നമ്മൾ എത്തിക്കണം. ഇത് കേവലം ഒരു വാക്കല്ല. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദ്യം വസ്തുക്കൾ ഭയപ്പെടുത്തി, പിന്നെ ശക്തികൾ ഭയപ്പെടുത്തി, ഫിറഔൻ എന്ന ശക്തിയും തീ എന്ന ശക്തിയും എല്ലാം ഭയപ്പെടുത്തി. അതിൽ നിന്നെല്ലാം മുക്തി നേടിയപ്പോ സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഇൻവിസിബിളായി മറ്റുള്ളവർക്ക് വിസിബിളായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ സമയത്തും വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ മാറ്റി നിർത്തുന്ന ഇബ്രാഹിം നബിയെ നമ്മൾ ഖുർആനിൽ കാണും. നിങ്ങളും മാറി നിൽക്കിൻ, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, എനിക്ക് എൻ്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. പിന്നെ എന്ത് വേറെ ചർച്ച? മനുഷ്യരിലേക്ക് അടുക്കണോ, ഖബറിലേക്ക് അടുക്കണോ, ജിന്നിലേക്ക് അടുക്കണോ, മലക്കിലേക്ക് അടുക്കണോ എന്ന ചർച്ചയെ വേണ്ട ആവശ്യമില്ല. നിങ്ങളും മാറി നിൽക്കിൻ ജിബ്രീൽ, എനിക്ക് എൻ്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ആ ഒരു അവസ്ഥയിലേക്ക് കയറിയതിന്റെ പേരിലാണ് എന്ത് പറഞ്ഞത്? ഖുൽ ഇബ്രാഹിം, നാം പറഞ്ഞു തീയനോട്, മലക്കുകളോട് പറഞ്ഞു എന്നല്ല അല്ലാഹു പറയുന്നത്. നാം പറഞ്ഞു, യാ നാർ, ഏ തീയേ, കൂനി നീ ആയിത്തീരുക, ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പേരിൽ അലൈഹിസ്സലാത്തു വസ്സലാം തണുപ്പും രക്ഷയുമാവുക എന്ന് ഞാൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭമെന്നല്ല, ഞാൻ മഴയോട് പറഞ്ഞ സന്ദർഭമെന്നല്ല, ഞാൻ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞ സന്ദർഭമെന്നല്ല, തീയനോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് അല്ലാഹു പറയുന്നു. ഖുൽനാ യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു നേരിട്ട് ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല. വസ്തുക്കൾ വരട്ടെ, ശക്തികൾ വരട്ടെ, അവസ്ഥകൾ വരട്ടെ, ഈ ലോകം മനുഷ്യന് ഹാലാത്തിന്റെയും അവസാനിപ്പിക്കുന്നു, ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ലോകമാണ്. രണ്ടേ ഈ ലോകത്തിൽ നടക്കുന്നുള്ളൂ. ഒന്ന് ഹാലാത്ത്, അവസ്ഥകളാണ്. അതൊരു പക്ഷേ വ്യക്തിപരമായി വരാം, കുടുംബപരമായി വരാം, സമൂഹപരമായി വരാം, രാഷ്ട്രപരമായി വരാം, വർഗീയപരമായി വരാം, ഒരുപാട് കെടുതികൾ കടന്നു വരാം. എല്ലാ ഹാലാത്തും അത് അല്ലാഹുവിന്റെ ആധിപത്യത്തിലാണ്. എല്ലാ ഹാലാത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്, അതല്ലാതെ മറ്റാരുമല്ലെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ നമുക്ക് അഭിലാഷങ്ങളാണ്. ആ അഭിലാഷങ്ങൾ എന്താ? നമുക്ക് പഠിക്കണം, കുട്ടികൾ പഠിക്കണം, കുട്ടികൾ SSLC എഴുതണം, +2 എഴുതണം, ഡിഗ്രി എഴുതണം, പ്രൊഫഷണൽ ആകണം. ഇതൊക്കെ നമ്മുടെ ഹാലാത്തുകളാണ്. സാമ്പത്തികപരമായ പുരോഗതി ഹാലാത്തുകളാണ്. നമുക്ക് സാംസ്കാരികപരമായ പുരോഗതി പിന്നെ നമ്മുടെ ഹാജാത്തുകളാണ്. ഇങ്ങനെ ഹാജാത്തുകൾ നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. അതുകൊണ്ട് ആഗ്രഹം വരുമ്പോഴും അല്ലാഹുവിലേക്ക്, എൻ്റെ ഈ പറയുന്ന ഹാലാത്ത് വരുമ്പോഴും അല്ലാഹുവിലേക്ക്. ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ഇടയ്ക്ക് ജീവിക്കുന്ന ജീവിതമേ നമുക്കാകെ തിരിയാനുള്ളത് ഏകഛത്രാധിപതിയായ അല്ലാഹുവിലേക്ക് മാത്രം. ഈ ഒരു ഫിലോസഫി നമ്മുടെ മക്കളിലേക്ക് ഇട്ടുകൊടുക്കണം. അവിടെ മറ്റൊരു ചർച്ചയും ഉണ്ടാകരുത്. ഒരേ ഒരു വഴികാട്ടി മാത്രം, ബാക്കിയുള്ളവരെല്ലാം അതിന്റെ താഴെ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറയുകയും ഇപ്പുറത്ത് ഏത് വലിയ ഔലിയ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇതിന് എതിരാകുമെങ്കിൽ തള്ളിയേക്കണം നമ്മൾ. നമുക്ക് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മതി. ആ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. കാരണം എവർ ലാസ്റ്റ് ആൻഡ് എവർ
എവർഗ്രീൻ, ദി ഗ്രേറ്റ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാനും ഉസ്താസമിയുടെ സുന്നത്തനുസരിച്ച് നടക്കാനും അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടോടെ പോകാനും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാനും വർഗീയത ഒരു ലാഞ്ചന പോലും മനസ്സിൽ കടന്നുകൂടാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടും എല്ലാവരെയും സഹായിച്ചുകൊണ്ടും അവസാനം മയ്യത്ത് കട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ എവിടുന്നാണ് ഈ പ്രദേശത്തുണ്ടാവുക എന്ന് മണൽത്തരികൾ പോലും കോരിത്തരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ് ഇങ്ങനെയുള്ള സംഘബോധത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ഒബ്സർവ് ചെയ്യണം. പോസിറ്റീവായി പറഞ്ഞാൽ കുട്ടികളെ കുട്ടിക്കാലം മുതലേ ഖുർആനിൽ ഉറച്ചു നിർത്തണം, സുന്നത്തായ രീതിയിൽ ഉറച്ചു നിർത്തണം. അവരെ കളിക്കാൻ അനുവദിക്കുന്നതോടുകൂടി എല്ലാ മേഖലയിലും തൊട്ട് തീണ്ടിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ അവരെ ഏറ്റവും നല്ല കാര്യത്തിൽ ഉയർത്തണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലും ആഖിറത്തിലും ഹസനയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, രണ്ടിനെയും മിംഗിളായി മുന്നോട്ട് കൊണ്ടുപോകണം. അവൻ സ്വസ്ഥമായും നല്ല രീതിയിലും ഈ ദുനിയാവിൽ ജീവിക്കട്ടെ. അതോടൊപ്പം അവൻ ഒരു സോഷ്യൽ റിഫോമർ ആകട്ടെ, അവളുമാകട്ടെ. അതോടൊപ്പം തന്നെ അവൻ സുന്ദരമായ ജീവിതം തീർത്ത് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നാളെയുടെ ലോകത്തിൽ ഒറ്റയ്ക്കല്ല അവൻ സ്വർഗത്തിലേക്ക് പോവുക. ഒരു ലിവാ ഏന്തിക്കൊണ്ട് അവന്റെ കൊടിയുടെ കീഴിൽ ഒരുപാട് ആളുണ്ടാകും. ഹദീസിൽ നമുക്ക് കാണാം, സഹിഹായ ഹദീസിൽ. ആ സമയത്ത് ആളുകൾ വിളിച്ചു ചോദിക്കുന്നവർ ഹൽ ഹാദർ റസൂൽ, ഇതൊരു പ്രവാചകനാണോ എന്ന് വിളിച്ചു ചോദിക്കും. ഇത് പ്രവാചകനുമല്ല, ഒരു നബിയുമല്ല, റസൂലുമല്ല, ഇത് റസൂലുള്ളാഹിയുടെ ഒരു ഉമ്മത്തിയാണ്. അവന്റെ പ്രബോധനത്തിലൂടെ കടന്നു വന്ന ആളുകളുടെ ശൃംഖലയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് നാളെ മഹ്ശറ ബൻസലൈ വിളിച്ചു പറയും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സോഷ്യൽ റിഫോമറായി, ഒരു ഗ്രേറ്റ് ദാഴിയായി നമ്മുടെ ആൺകുട്ടികളെയും മക്കളെയും എല്ലാവരെയും നമ്മൾ വളർത്തണം, പെൺകുട്ടികളെയും. അങ്ങനെ സുന്ദരമായ ഒരു വീട് നമുക്കുണ്ടാകണം, കുടുംബ സംവിധാനം ഉണ്ടാകണം, സാമൂഹ്യ അവസ്ഥകൾ നമുക്കുണ്ടാകണം, രാഷ്ട്ര നിർമ്മാണം നമുക്കുണ്ടാകണം. ലോകത്തിൽ മുഴുവൻ സ്നേഹം കളിയാടുന്ന, മനുഷ്യനെ മുഴുവൻ സ്നേഹിക്കുന്ന, അവർക്ക് മുഴുവൻ വഴികാട്ടാൻ പറ്റുന്നത്ര വഴികാട്ടുന്ന, അതിനുവേണ്ടി ഭാഷ പഠിക്കുന്ന, അതിനുവേണ്ടി സഞ്ചരിക്കുന്ന, അതിനുവേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി സ്ട്രാറ്റജി മെനയുന്ന, അതിനുവേണ്ടി ആയുസ്സിനെ ചെലവഴിക്കുന്ന മക്കളും കുടുംബവുമായി നമ്മൾ ഓരോരുത്തരും മാറാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ സമയം അധികരിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.